Assalamualaikum warahmatullahi wabarakatuh. Waalaikumsalam warahmatullahi. Nare takbir, nare risalat, മനസ്സನ್ನು ಮದೀನಾಕ್ಕೆ ಕೊಂಡೊಯ್ಯುವ ಬುರ್ದಾಲಾಪನೆ ಸ್ಪರ್ಧೆಯು ಇದರೊಂದಿಗೆ ಮುಕ್ತಾಯಗೊಂಡಿದೆ. ಇದೀಗ ವೇದಿಕೆಯಲ್ಲಿ ನಡೆಯಲಿದೆ ವೈಲ್ಡ್ ಕಾಂಪಿಟೇಷನ್ ಇರುವ ಸ್ಪರ್ಧಾರ್ಥಿಗಳು ಕೋಡ್ ಲೆಟರ್ ಸ್ವೀಕರಿಸಬೇಕಾಗಿದೆ. ഖിറാഅത്ത് മത്സരത്തിന്റെ ഫലമറിവായപ്പോൾ കൃഷ്ണബർ 305 സമ്മാസ് 17 പോയിന്റോടുകൂടി രണ്ടാം സ്ഥാനം നേടിയപ്പോൾ 313 റംഷീദ് 20 പോയിന്റോടുകൂടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. കന്നഡ സോങ് കോമ്പറ്റീഷൻ 311 ലെറ്റർ എ 20 പോയിന്റോടുകൂടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ 313 17 പോയിന്റോടുകൂടി രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. വിജയികൾക്ക് 1000 അഭിനന്ദനങ്ങൾ. ഇതിപ്പോൾ വേദി 1 നടക്കുന്നു. വയൽ മത്സരം കഴിഞ്ഞാൽ ഉടൻ നഷീദ അറബിക് കോമ്പറ്റീഷൻ ആയിരിക്കും. വിദ്യാർത്ഥികൾ തയ്യാറാവുക. നഷീദ കഴിഞ്ഞാൽ ഉടൻ ഖവാലി കോമ്പറ്റീഷൻ. ഇതോടുകൂടി പരിപാടി സമാപിക്കുന്നു. എല്ലാ
എല്ലാ വിദ്യാർത്ഥികളും സദസ്സിൽ വന്നിരിക്കുക. റിസൾട്ട് അനൗൺസ് ചെയ്ത വിദ്യാർത്ഥികളും മാത്രം അവാർഡ് പോയിന്റിൽ പോയാൽ മതിയാകുന്നതാണ്. അവാർഡ് നൽകാൻ വേണ്ടി മഹമ്മൂദ് സാഹിബ് അവരുടെ ക്ഷണിച്ചുള്ളൂ. Code letter A now on the stage. Let us please note where the മത്സരം സ്റ്റേജിൽ നടക്കുന്നു. Code letter A now on the stage. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, നാട്ടുകാരെ, എൻ്റെ മുതഅല്ലിം സുഹൃത്തുക്കളെ, ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഹിന്ദുസിയ മിലാദ് ആർട്ടിഫിഷ്യലാണ്. ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അള്ളാഹുവിന്റെ സ്വർഗീയ ജന്നത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നബിയെ ഈ ലോകത്തിലേക്ക് ഇറക്കിയത് കാരുണ്യത്തിന് വേണ്ടിയാണ്. മഹാനായ സഅദ് ഇബ്നു തഫ്തസാനി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ദർസിൽ പോവുകയാണ്. അവിടുന്ന് പോയി ഒരു 2 ദിവസം കഴിയുമ്പോൾ പിറ്റേന്ന് ദിവസം ക്ലാസ്സിലേക്ക് പോയി. അവിടുന്ന് ക്ലാസ്സിൽ നിന്ന് ഉസ്താദ് ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും സഅദ് ഇബ്നു തഫ്തസാനി റളിയല്ലാഹു അൻഹു മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. അവിടുന്ന് കുറെ ചോദ്യം ചോദിച്ചതിന് ശേഷം ആ ഉസ്താദ് സഅദ് ഇബ്നു തഫ്തസാനി റളിയല്ലാഹു അൻഹു കളിയാക്കുകയാണ്, പൊട്ടനാണെന്ന് വിളിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ സഅദ് ഇബ്നു തഫ്തസാനി റളിയല്ലാഹു അൻഹു വിഷമമാവുകയാണ്. അങ്ങനെ സഅദ് ഇബ്നു തഫ്തസാനി റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇരുന്ന് പഠിക്കുകയാണ്. കുട്ടികൾ വന്ന് വിളിച്ചിട്ടും സഅദ് ഇബ്നു തഫ്തസാനി റളിയല്ലാഹു അൻഹു പോയിട്ടില്ല. അവിടുന്ന് സഅദ് ഇബ്നു തഫ്തസാനി റളിയല്ലാഹു അൻഹു പഠിക്കാൻ ആരംഭിക്കുമ്പോൾ അതാ ഒരാൾ വന്നിട്ട് പറയുകയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ വിളിക്കുന്നുണ്ട് പറയുമ്പോൾ സഅദ് ഇബ്നു തഫ്തസാനി റളിയല്ലാഹു അൻഹു പോയിട്ടില്ല. പിന്നെ വന്ന് വിളിക്കുകയാണ്, അപ്പോഴും പോയിട്ടില്ല. മൂന്നാമതായി വന്ന് വിളിക്കുമ്പോൾ സഅദ് ഇബ്നു തഫ്തസാനി റളിയല്ലാഹു അൻഹു ചെരുപ്പിടാതെ ഓടി നബി തങ്ങളുടെ അരികിലേക്ക് പോവുകയാണ്. അവിടുന്ന് നബി തങ്ങളെ കൂടെ സ്വഹാബത്തും ഉണ്ടായിരുന്നു. അവിടുന്ന് ശഫാഅത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമ്മനീരങ്ങ് കൊടുക്കുകയാണ്. അതോടുകൂടി സഅദ് ഇബ്നു തഫ്തസാനി റളിയല്ലാഹു അൻഹു അറിയാത്ത ഒരു കാര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേന്ന് ദിവസം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അവിടുന്ന് ഉസ്താദ് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. സഅദ് ഇബ്നു തഫ്തസാനി റളിയല്ലാഹു അൻഹു ഉസ്താദ് ചോദിച്ച ഒരു ചോദ്യത്തിനും മറുപടി നൽകാതിരുന്നിട്ടില്ല.
അവിടുന്ന് ഉസ്താദ് അതാ സഅദ് ഇബ്നു തഫ്തസാനി റളിയല്ലാഹു അൻഹുവിന്റെ ചേരിലും സഅദ് ഇബ്നു തഫ്തസാനി റളിയല്ലാഹു അൻഹു ഉസ്താദിന്റെ ചേരിലുമായിരിക്കുകയാണ്. പൊന്നാര മുത്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിലേക്ക് ആദ്യമായി കാലുവെക്കുമ്പോൾ രാജാവ് കത്തിച്ച 1000 കൊല്ലം മുമ്പ് കത്തിച്ച സീണ്ടല്ലോ കെടുകയാണ്. അന്ന് മുസ്ലിമുകളായ ജനങ്ങളെല്ലാം അവരുടെ ദേവതകളെ ആരാധിക്കുന്ന ഒരു ദിവസമാണ്. അവിടുന്ന് അതാ ആ ദിവസം ആ വിഗ്രഹത്തിന്റെ തല അങ്ങ് താത്തിപ്പോവുകയാണ്. അവിടുന്ന് അതാ മുസ്ലിമുകളായ ജനങ്ങൾ ചോദിക്കുകയാണ്, എന്തേ വിഗ്രഹമേ, നീ വേറെ വിഗ്രഹത്തിന് വേണ്ടി നീ തല താത്തിയെങ്കിൽ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നില്ല. അവിടുന്ന് ആകാശത്തിൽ നിന്ന് ശബ്ദം വരികയാണ്. മങ്കൂസുലുദില്ല മൂന്നാമത്തെ ഹദീസിന്റെ ബൈത്ത് എന്ന ഷറഫാക്കപ്പെട്ട് വരികയാണ്. ഇത്രയും പറഞ്ഞ് എന്റെ وآخر دعوانا الحمد لله رب العالمين. السلام عليكم. وعليكم السلام. Slash code letter B. ഈ മത്സരങ്ങളുടൻ നഷീദ അറബിക് കോമ്പറ്റീഷൻ നടക്കുന്നു. വിദ്യാർത്ഥികൾ തയ്യാറാവുക. السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين بالله أما بعد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറ്റവും ആദരവുള്ള ഉസ്താദ്, ഈ നാട്ടിലെ മുഅ്മിനാത്തുകൾ, മറ്റ് എന്റെ സുഹൃത്തുക്കൾ, നാം ഇന്ന് ഏവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്തൂസിയ എന്ന മിലാദ് ആർട്ടിഫിഷ്യലാണ്. ഈ വേദിയിൽ വെച്ച് മുത്തുനബിയെ കുറിച്ച് 2 വാക്കുകൾ ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അതാ മുത്തുനബി പറയുകയാണ്, നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിക്കണം, നിങ്ങൾ എന്നെ ചെയ്യാത്ത ഒരാളും യഥാർത്ഥ മുഅ്മിനാകുകയില്ല. അതുകൊണ്ടല്ലേ ഹദീസിൽ പറഞ്ഞത് لا يؤمن أحدكم حتى أكون أحب ووالدي وولدي والناس أجمعين. നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ എന്നൊരാളും യഥാർത്ഥ മുഅ്മിനാവുകയില്ല. ഞാനൊരു ചരിത്രം പറഞ്ഞു തരാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ മുത്തുനബിയുടെ അടുക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ അതാ മുത്തുനബി ചോദിക്കുന്നു, ഓ ഉമറേ, നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ് ഉമറേ? അപ്പോൾ അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ സ്വന്തം ശരീരം കഴിഞ്ഞാൽ അങ്ങനെയാണ് നബിയേ. അപ്പോൾ അതാ മുത്തുനബി പറയുകയാണ്, ഓ ഉമറേ, നീ യഥാർത്ഥ മുഅ്മിനായിട്ടില്ല. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അതെന്താ നബിയേ? അപ്പോൾ മുത്തുനബി നിങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഇന്നെല്ലാവരും നിങ്ങളെക്കാളും എല്ലാരെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ ഒരാളും യഥാർത്ഥ മുഅ്മിനാവുകയില്ല. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, എനിക്കിഷ്ടം ഇന്ന് മുതൽ എനിക്കിഷ്ടം നിങ്ങളെയാണ്. എന്റെ ശരീരത്തെക്കാളും എല്ലാരെക്കാളും എനിക്കിഷ്ടം അങ്ങയാണ് നബിയേ. അപ്പോൾ മുത്തുനബി പറഞ്ഞു, ഓ ഉമറേ, നീ യഥാർത്ഥ മുസ്ലിമായിരിക്കുന്നു. ഞാൻ ഒരു ചരിത്രം പറഞ്ഞു നിർത്താം.